മുതൽ എഴുതുന്ന ഒരു സംഭവമാണല്ലേ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് ഒരു 8ാം ക്ലാസ് മുതൽ 8, 9, 10 നിങ്ങൾ എഴുതുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും കുറച്ച് ഡൗട്ട് കാണും എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതേണ്ടതെന്ന്. കാര്യം സിമ്പിൾ ആണ്, ഹിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരും, നേരെ എടുത്തെത്തി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ പ്രൊഫൈൽ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ മാത്രം എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടത്തില്ല. ശരിയായ രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ 5 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇക്കോഡോന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ ടു പ്രിപ്പയർ പ്രൊഫൈൽ എന്നാണ്. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൃത്തിക്ക് എഴുതിയെങ്കിൽ 5 മാർക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രിപ്പയർ പ്രൊഫൈൽ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫുൾ ആൻസർ തന്നേക്കുവാണ്. അതായത് ഏതെങ്കിലും ഒരു റൈറ്ററെ കുറിച്ച് എഴുതാനാണ് പൊതുവെ പ്രൊഫൈൽ ചോദിക്കുന്നത്. ആ റൈറ്ററിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എല്ലാ ഹിൻസും പോയിന്റ് വൈസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് എടുത്ത് എഴുതുക എന്നുള്ള ടാസ്ക് മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. പക്ഷെ ഒന്ന് വൃത്തിക്ക് എഴുതുക, അതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ വൃത്തിക്ക് എഴുതുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ 2-3 കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വൃത്തിക്ക് എഴുതുക എന്നുള്ള പരിപാടി നടക്കത്തുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം, all the hints given with question should be developed into short sentences and arranged in the order they are given. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഈ റൈറ്ററെ കുറിച്ചുള്ള എല്ലാ ഹിൻസും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. അത് വൃത്തിയാക്കി ഓർഡർ വൈസ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി സെന്റൻസസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ വേ ടു മേക്ക് എ ഷോർട്ട് പാരഗ്രാഫ്. വല്ലാണ്ട് വലിച്ചു വാരി ആരും പ്രൊഫൈൽ എഴുതാൻ നിൽക്കരുത്. ഏറ്റവും ഷോർട്ട് പാരഗ്രാഫിൽ പ്രൊഫൈൽ ഒതുക്കാൻ എപ്പോഴും ശ്രമിക്കണം. നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ പോലും ഒരു 1 പേജിൽ കവിഞ്ഞൊന്നും ഒരിക്കലും പ്രൊഫൈൽ പോകുവാൻ പാടില്ല. എപ്പോഴും ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ നിർത്താൻ ശ്രമിക്കണം. ദ പാരഗ്രാഫ് ഷുഡ് ഹാവ് ആൻ എഫക്റ്റീവ് ബിഗിനിങ് ആൻഡ് എൻഡ്. നമ്മുടെ പ്രൊഫൈലിന് നല്ലൊരു തുടക്കവും നല്ലൊരു ഒടുക്കവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ വായിക്കുമ്പോൾ. എ ടൈറ്റിൽ ഷുഡ് ബി ഗിവൺ. ഇറ്റ് ക്യാൻ ബി ദ നെയിം ഓഫ് ദി പേഴ്സൺ ഓർ ഹൂസ് പ്രൊഫൈൽ ഈസ് ക്രിയേറ്റഡ്. അപ്പൊ എന്താണ്, നമ്മുടെ പ്രൊഫൈലിന് ഒരു തലക്കെട്ട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ തലക്കെട്ട് ഏറ്റവും നല്ലത് ആ പോയറ്റ് അല്ലെങ്കിൽ റൈറ്ററിന്റെ പേര് തന്നെ കൊടുക്കുന്നതാണ്. ഇപ്പൊ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ ടൈറ്റായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓർഡർ ചെയ്ത് എഴുതാൻ ശ്രമിക്കണം. അത് ഏറ്റവും ചെറിയ സെന്റൻസുകളാക്കാൻ ശ്രമിക്കണം. അതേപോലെ ഏറ്റവും ചെറിയ പാരഗ്രാഫിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ നമ്മുടെ പ്രൊഫൈലിന് ഒരു ടൈറ്റിൽ ഉണ്ടാകണം. ആ ടൈറ്റിൽ റൈറ്ററിന്റെ പേര് തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലുണ്ടായിരിക്കണം. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഈ പ്രൊഫൈൽ എഴുതുക എന്ന് പറയുമ്പോൾ പിള്ളേർ പറയാറുണ്ട് ചുമ്മാ എടുത്തങ്ങ് എഴുതിയാൽ പോരെ മിസ്, എളുപ്പമല്ലേ? അങ്ങനെയല്ല. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? പ്രിപ്പോസിഷൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ന്, ഓണ്, അറ്റ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വേണം പ്രൊഫൈലിൽ യൂസ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അത് മിസ് പറഞ്ഞു തരാം. The birth date should always be introduced in the simple past passive form. Was born on with a date and year on 2nd March 2000. Was born in with only month or year in March 2000. എന്തായി പറഞ്ഞേക്കുന്നത്? ജനിച്ച കാര്യം പറയുമ്പോൾ ഒരിക്കലും അത് പ്രസന്റ് ടെൻസിൽ പോവരുത്. ഇപ്പൊ സംഭവിച്ച കാര്യമാണോ അത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ അത്? അല്ല. അപ്പോൾ പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ബർത്ത് ഡീറ്റെയിൽസ് പോകുവാൻ പാടില്ല. ജനന വിവരങ്ങൾ, അതായത് ബർത്ത് ഡീറ്റെയിൽസ് എപ്പോഴും പാസ്റ്റ് ടെൻസിലെ പോകാൻ പാടുള്ളൂ. അതായത് വാസ് ബോൺ, അദ്ദേഹം ജനിച്ചു എന്നുള്ള രീതിയിൽ എപ്പോഴും എഴുതാൻ പാടുള്ളൂ. അല്ലാതെ വിൽ ബോൺ എന്നോ ഈസ് ബോൺ എന്നോ ഇങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. പാസ്റ്റ് ടെൻസിലെ ബർത്ത് ഡീറ്റെയിൽസ് പോകുവാൻ പാടുള്ളൂ. അതേപോലെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, നമുക്ക് പ്രൊഫൈലിന്റെ ഹിൻസിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ ജനന ഡേറ്റ് അല്ലെങ്കിൽ മരിച്ച ഡേറ്റ്, ഇങ്ങനെ ഡേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ്സിന് മുന്നിലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് പ്രിപ്പോസിഷനാണ്? നോക്കിക്കേ എല്ലാവരും, ഓണാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇന്ന് ചേർത്താൽ എന്താ പ്രശ്നം? ഇന്ന് ചേർത്താൽ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമുണ്ട്. ഇന്നും അറ്റും ഒന്നുമല്ല. ഡേറ്റിന് മുന്നിൽ എപ്പോഴും നമ്മൾ ഓൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതൊരു ജനറൽ റൂളാണ്.
ഓക്കെ, അപ്പോൾ ഡേറ്റ് എഴുതുമ്പോൾ അതിന് മുന്നായിട്ട് ഓൺ, അതായത് ഓൺ 20th August, ഓൺ 21st September, ഓൺ 22nd October, ഇങ്ങനെ ഡേറ്റിന് മുന്നിലായിട്ട് എപ്പോഴും നമ്മൾ ഓൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, ഇയർ തന്നിട്ടുണ്ട് എങ്കിൽ ഓൺ 2nd March 2000. ഇപ്പോൾ മിസ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയേ. ഓൺ 2nd March 2000 എന്ന് കണ്ടോ? ഓൺ ചേർത്തേ ഡേറ്റ് പറയാൻ പാടുള്ളൂ. അതേസമയം നിങ്ങൾക്ക് മാസവും ഇയറും മാത്രമേ തന്നിട്ടുള്ളൂ, അതായത് ഡേറ്റ് തന്നിട്ടില്ല. ഹിൻസിന്റെ അകത്ത് അദ്ദേഹം ജനിച്ച ആ റൈറ്റർ ജനിച്ച മാസവും തന്നിട്ടുണ്ട്, ഇയറും തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതണം? ഇന്നാണ് ചേർക്കേണ്ടത്. ഇൻ March 2000, ഇൻ September 1998, ഇൻ June 1993, അങ്ങനെ എന്തെങ്കിലും. എങ്ങനെയാണെങ്കിലും മാസം ഡേറ്റ്, അതായത് മാസവും ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഇന്നാണ് ചേർക്കേണ്ടത്. അതേസമയം ഡേറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഡേറ്റിന് മുന്നിലായിട്ട് ഓണേ ചേർക്കാവുള്ളൂ. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഓണ് ചേർക്കേണ്ടത് ഡേറ്റിന്റെ കൂടെയാണ്, ഇന്ന് ചേർക്കേണ്ടത് മാസത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഇയറിന്റെ കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, ഇനി ഇഫ് ദ പേഴ്സൺ ഈസ് സ്റ്റിൽ അലൈവ് വി ക്യാൻ യൂസ് എ സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ എക്സെട്ര. ഇനി നമ്മുടെ റൈറ്റർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് എങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. കാരണം അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതായത് ഹി റൈറ്റ്സ് ഇൻ എ ഡാഷ് സ്റ്റൈൽ, അതായത് ഹി റൈറ്റ്സ് ഇൻ എ എന്തെങ്കിലും എന്താ പറയാ ഫ്രീ വേർഡ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എഴുതി പോകാം. ഈവൻ വെൻ ദ ഓതർ ഈസ് ഡെഡ്, അതേസമയം നമ്മുടെ എന്താ പറയുക എഴുത്തുകാരൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വി യൂസ് നോർമലി സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് ഹിസ് വർക്ക്സ് ആസ് ഹിസ് വർക്ക്സ് ആർ. ഇനി അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. കാരണം എന്താ, അദ്ദേഹത്തിന്റെ വർക്ക്സ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് അദ്ദേഹം മരിച്ചു പോയി എങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക്സ്, അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ വർക്ക്സ് ഇപ്പോഴും നമുക്കിടയിൽ എലൈവ് ആണ്, ജീവിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് മെയിൻ ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടൊരു പ്രൊഫൈൽ എഴുതാൻ സാധിക്കും. ഇനി മീൻസ് ഒരു എക്സാമ്പിളും കൂടെ തരാം, അപ്പത്തേനും നിങ്ങൾ കുറച്ചും കൂടെ സെറ്റ് ആവും. ഇതിപ്പോ നോക്കിയേ, W.B. Yeats എന്ന് കേട്ടിട്ടുണ്ടല്ലോ, വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കുറച്ച് ഹിൻസ് തന്നിരിക്കുകയാണ്. അപ്പൊ യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്ക്സ് വെയർ എവർ നെസസറി. അപ്പൊ ഈ ലിങ്ക്സ്, ഈ ഹിൻസ് നമ്മൾ ഇനി ഒരു അടിപൊളി പ്രൊഫൈലാക്കി മാറ്റണം. ഹിൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ, അദ്ദേഹത്തിന്റെ ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ട്, സ്പൗസിന്റെ പേരുണ്ട്, അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്സ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കിട്ടിയ അവാർഡ്സ് ഉണ്ട്, അദ്ദേഹം എന്നാണ് മരിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നോക്കിയേ, W.B. Yeats ഹെഡിങ് കൊടുത്തേക്കുന്നത് കണ്ടോ, നമ്മുടെ റൈറ്ററിന്റെ പേര് തന്നെ ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് കണ്ടോ, വില്യം ബട്ട്ലർ ഈറ്റ്സ് വാസ് ബോൺ ഓൺ June 30th, 1865 in Sandy Mount, Republic of Ireland. അപ്പൊ എന്താണ്, നമ്മുടെ W.B. Yeats ജനിച്ചത് എന്നാണ്? ജൂൺ മാസം 13-ാം തീയതി 1865 വർഷമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതിയേക്കുന്നത്? കണ്ടോ, നമുക്ക് ജൂൺ എന്ന് പറഞ്ഞ് മന്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 30th എന്ന് പറഞ്ഞ് നമുക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഓൺ ചേർത്തിരിക്കണം. ഓൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം ഡേറ്റ് ഇല്ല, ജസ്റ്റ് മന്തും ഇയറും മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഡേറ്റ് പ്രത്യേകമായിട്ട് നമ്മുടെ ഹിൻസിൽ തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓൺ വെച്ച് മാത്രമേ ബർത്ത് ഡീറ്റെയിൽസ് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഓൺ June 30th, 1865. മനസ്സിലായോ? ഇനി നോക്കിയേ, he was a renowned poet and dramatist. He was also famous a senator and the founder of the Abbey Theatre. His major works are. W.B. Yeats ഒക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ നോക്കിയേ, ഹിസ് വർക്ക്സ് വേർ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഹിസ് വർക്ക്സ് ആർ, അതായത് പ്രസന്റ് ടെൻസിലാണ് പോയേക്കുന്നത്. ഹിസ് വർക്ക്സ് ആർ സെൽറ്റിക് ട്വലൈറ്റ്, ദ ടവർ, എ വിഷൻ, എക്സെട്ര.
ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്സ് ആണ്. ലാസ്റ്റ് കണ്ടോ, ഇറ്റ്സ് പാസ്ഡ് അവേ ഓൺ January 28th, 1939. നമ്മുടെ W.E.Yeats മരിച്ചത് ജനുവരി മാസം 28 അവിടെ ഡേറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓൺ ചേർത്തിരിക്കുന്നത്. അതേസമയം നമുക്ക് 28 എന്നുള്ള ഡേറ്റ് തന്നിട്ടില്ലായിരുന്നു, ജസ്റ്റ് ജാനുവരി 1939 എന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മളവിടെ ഇൻ ജാനുവരി 1939 എഴുതിയാൽ മതിയായിരുന്നു. മനസ്സിലായി നിങ്ങൾക്ക് വ്യത്യാസം എങ്ങനെയാണെന്ന്? ഇത്രയേ ഉള്ളൂ ഒരു പ്രൊഫൈല് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്ര അറിയാമെങ്കിൽ 5 മാർക്ക് സെറ്റാണ്. എല്ലാ പിള്ളേർക്കും 5 മാർക്ക് കയ്യിലിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ 10th പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല, 8th പിള്ളേർക്കോ 9th പിള്ളേർക്കോ എല്ലാം ഇത് തന്നെയാണ് കേട്ടോ ബാധകം. അത് വേറെ ഫോർമാറ്റുകളൊന്നും അല്ല. ഈ ഫോർമാറ്റ്സ് 8th, 9th, 10th, 11th, 12th വരെ ഒരേ ഫോർമാറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമന്റ് ബിലോ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. നമ്മുടെ കോഡൺ ഫാമിലിയിലെ ഒരു മെമ്പറായി മാറുക. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും എല്ലാം സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു, എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, മിസ് ക്ലാരിഫൈ ചെയ്തെന്നോളാം. താങ്ക് യു സോ മച്ച് സ്റ്റുഡൻസ്.